ഹലോ, ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ നമ്മൾ സിമ്പിൾ ലഞ്ച് ഒന്ന് കണ്ടാലോ. ഇന്ന് നമ്മൾ സാധാ ചോറും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ആട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ വാങ്ങിയ മീന് കഴുകിയെടുക്കട്ടോ. ചോറ് അടുപ്പത്ത് വെക്കേ. നമ്മൾ മീൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിന്ന് പൊരിക്കാനുള്ള മീനെടുത്ത് മാറ്റിയിട്ട് മാഗ്നറ്റ് ചെയ്ത് വെക്കാം. ഇത്രയും പീസാക്കാം നമ്മൾ പൊരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം. അപ്പോൾ മീൻ പൊരിക്കാൻ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് കാശ്മീർ ചില്ലി കേട്ടോ, നമുക്ക് ആവശ്യത്തിന് ഉപ്പിടെ, ഇതിലേക്ക് നമ്മൾ കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മാഗ്നറ്റ് ചെയ്ത് വെക്കേ. തക്കാളി, കറിവേപ്പില, മുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. അപ്പം നമ്മൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ടേ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ആട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് തക്കാളി, കറിവേപ്പില ഇട്ട് കൊടുക്കേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമുക്കൊന്ന് തുറന്നു നോക്കേ. റെഡി വന്നിട്ടുണ്ട്. നല്ലപോലെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കേ. ഇതിൽ എന്തൊക്കെയാ ആഡ് ചെയ്യുന്നത്? ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളതുണ്ടോ അല്ലെങ്കിൽ സാധാ പൊടി? ഇല്ല, സാധാ പൊടികൾ തന്നെ. നമുക്ക് ഇതിലേക്ക് എന്താണ് ഉപ്പിട്ടതല്ലേ? ഉപ്പ് നേരത്തെ ഇട്ടതാ കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. നമ്മൾ കുറച്ച് മുളക് പൊടി, അളവൊന്നും കറക്റ്റ് പറയുന്നില്ല. മഞ്ഞപ്പൊടി കുറച്ച്, മഞ്ഞപ്പൊടിയാണത്. മഞ്ഞപ്പൊടിയാണ്. പിന്നെ വേറെന്താ ഉലുവയോ? മല്ലിപ്പൊടി. മല്ലിപ്പൊടി. പിന്നെ കുറച്ച് ഉലുവ. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ കുറച്ച് കാശ്മീരി പൊടി, കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഈ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ടാട്ടോ വെള്ളം ഒഴിക്കാം. അതുവരെ മൂടിയില്ല, അല്ല ഇളക്കിയെടുക്കണത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേ. നോർമൽ വാട്ടർ ആട്ടോ, പച്ചവെള്ളം. ഇതിലേക്കുള്ള മെയിൻ സാധനം മറന്നു കേട്ടോ, കൊടംപുളി. കൊടംപുളി അത് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പിടണം കേട്ടോ, ഉപ്പ് കുറവാണ്. ആണോ? എന്നാൽ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ചൂടാകാൻ വെക്കാം. മീൻ നല്ലപോലെ കഴുകിയെടുക്കല്ലേ. ഇത് ഒരു റൗണ്ട് കഴുകിയതല്ലേ? കുറച്ച് നേരമായി നമ്മൾ കഴുകി വെച്ചിട്ട്. അപ്പോൾ ഒന്നും കൂടി മീൻ കറിയിലേക്ക് ഇടുന്നതിന് മുന്നേ നല്ലപോലെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഓൾറെഡി ഒരു വട്ടം ഉപ്പ് നോക്കിയതാണ്, അപ്പോൾ കുറവായിരുന്നു. ഇപ്പം ഉണ്ട് ഉപ്പില്ലേ? കുറച്ചും കൂടി ഇടണം. എന്നാൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തു. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആണേ. അപ്പം നിങ്ങൾക്കൊക്കെ എന്താ സ്പെഷ്യൽ ഉള്ളത്? എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളത്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കേ. അപ്പോൾ നമ്മൾ മീൻ ഫുൾ ഇട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് മൂടി വെച്ച് വേവിക്കേ. വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യണവരാണ് നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ആവല്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 ആൾക്കാർ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് കൂട്ടി വരുന്നത്. അതെ, വായിക്കലുണ്ട്. അങ്ങനെ പറയാറുണ്ട്. ആരും വിട്ടുമല്ല, എല്ലാവരും കമൻറ്റും റിപ്ലൈ ചെയ്യലുണ്ട്. ഇനിയും ഇങ്ങനെ കമൻറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് ചെയ്യാം. അതെ, കൂടി വന്ന് നമുക്ക് ഇനിയും എന്താണ് വലിയൊരു ഫാമിലിയായി മാറണത്. നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടോ കേട്ടോ. നമ്മൾ മീൻകറി ഇവിടുന്ന് ആകുമ്പോഴേക്കിനെ നമുക്ക് ഇവിടുന്ന് മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ചട്ടി വെച്ച് ചൂടാക്കുന്നുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കൂല കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇവിടെ കുക്ക് ചെയ്യും. മെല്ലെ ഓരോരോ മീനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫസ്റ്റിൽ തന്നെ വീഡിയോസൊക്കെ പറഞ്ഞാൽ 10 വ്യൂസ് 20 വ്യൂസ് ആയിരുന്നു. അതിപ്പം പോയി 100 200 വ്യൂസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ വ്യൂസ് കൂടണ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെന്താ ചാനൽ. അപ്പം നമ്മൾ മീനൊക്കെ ഇതാക്കണ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ പൊരിച്ചത് ഇതാക്കണ അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ.
നല്ല നെയ്യുള്ള മീനാട്ടത്. നല്ല നെയ്യുണ്ട്, അടിപൊളി, നല്ല സ്മെല്ലുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ചോറ്, നല്ല കുടംപുളി ഇട്ട മീൻകറിയാണ്. സെറ്റായിട്ടുണ്ട്. മീൻ പൊരിച്ചെടുക്കട്ടോ. മീൻ പൊരിച്ചത് കഴിച്ചു നോക്കിയാലോ? കുറച്ച് കറി വെച്ച മീനും നല്ല രസമുണ്ട്. കുറച്ച് പൊരിച്ച മീനും ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി കുഴച്ച് ഇങ്ങനെ കഴിച്ചോട്ടെ. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. കൊള്ളാം.